ഈ ശശി തരൂരിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ കടന്നാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മോദി സർക്കാരിനെ വഴിവിട്ട് പിന്തുണയ്ക്കുന്നു, മോദി സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് കെ മുരളീധരനാണ് ശശി തരൂരിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് നോ എൻട്രി. അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ MP ആണെങ്കിലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാനില്ല. വിശ്വപൗരനാണ്, ആഗോള വിഷയങ്ങളുമായിട്ട് നടക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് നോ എൻട്രി തരൂരിന് തിരുവനന്തപുരം നിവാസികൾ വോട്ടർമാർ കൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് മുരളീധരൻ തരൂരിനെ രൂക്ഷമായി ആക്രമിക്കുന്നത്. എന്തിനാണ് സാർ ഈ കെ മുരളീധരൻ ഇങ്ങനെ തരൂരിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്? അതിൻ്റെ പുറകിൽ എന്തോ ഒരു ലക്ഷ്യമുള്ളതായി തോന്നുന്നു. ഈ ഹൈക്കമാൻഡ് പലവട്ടം പറഞ്ഞു തരൂരിനെ ഒന്നും മിണ്ടണ്ട, തരൂർ പറഞ്ഞുകൊണ്ട് പോക്കോട്ടെ, തരൂരിനെ പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞു. പ്രകോപിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, തരൂർ ഇപ്പോൾ കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ ഈ തരൂരിൻ്റെ ഈ ചവിട്ടൊക്കെ ഏറ്റുവാങ്ങി അങ്ങ് സൈലന്റ് ആയിട്ട് പതുങ്ങി കിടക്കുകയാണ്. അവരുടെ വിചാരം അവർ ഉണർന്നു കഴിയുമ്പോൾ വിഷം ചീറ്റുവന്ന അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അണലിപ്പാമ്പിനെ പോലെ ഇങ്ങനെ കിടക്കുന്നു എന്നാണ്. അതൊന്നുമില്ല. പക്ഷേ ചിലർ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തരൂരിനെ എതിർത്തുകൊണ്ടുള്ള കേൾക്കുന്നതും പ്രധാനമായിട്ടും കെ മുരളീധരനാണ്. അതെ. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഇടയ്ക്ക് പറഞ്ഞു വലിയ രീതിയിൽ നിലമ്പൂര് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംബന്ധ വീടാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ വിടുവായുത്തം പലതും പറയും, അത് നോക്കണ്ട. പക്ഷെ കെ മുരളീധരന് തുടർച്ചയായി തരൂര് ഈ മോദി പ്രശംസ തുടങ്ങിയ കാലം മുതൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അദ്ദേഹം മുരളീധരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തരൂരിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായും പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം തരൂരിനെതിരെ എന്തെങ്കിലും പറയാൻ പോകുന്നത് മുരളീധരനാണ്. അതുകൊണ്ട് മുരളീധരനെ കാണുമ്പോഴെല്ലാം മൈക്കുമായിട്ട് ചെല്ലും. മുരളീധരൻ പറയുകയും ചെയ്യും. മുരളീധരനെ ഈ പലപ്പോഴും പല രക്ഷകനായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണല്ലോ കോൺഗ്രസ്സിലെ, അല്ലേ? അതെ. പിന്നെ വട്ടിയൂർക്കാവിൽ നിന്നപ്പോഴാണ് വടകരയിലേക്ക് വണ്ടി കയറ്റിയത്. അതെ. പക്ഷെ അതൊക്കെ പറഞ്ഞാലും അദ്ദേഹം പഴയ മുരളീധരനല്ല ഇപ്പോഴത്തെ. പണ്ട് ഓർക്കുന്നുണ്ടല്ലോ, മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വടക്കാഞ്ചേരി, വൈദ്യുതി മന്ത്രിയായിട്ടിരിക്കുന്നത് 2004. കാരണമുണ്ട്. കാരണം വണ്ടിയുടെ ഗ്ലാസ് താക്കത്തില്ലായിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതെ. കൊടും ചൂടുമാണ്. വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങത്തില്ല, ഗ്ലാസും താക്കത്തില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് വോട്ട് ചോദിച്ചാൽ എവിടെ കിട്ടാൻ? അതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അങ്ങനെ മുരളീധരൻ പക്ഷെ പിന്നീട് അങ്ങ് മാറിപ്പോയി കേട്ടോ. വട്ടിയൂർക്കാവിലൊക്കെ വന്നപ്പം അദ്ദേഹത്തിന് വലിയ അംഗീകാരമൊക്കെ കിട്ടുകയുണ്ടായി. അവിടുത്തെ ഈ റെസിഡൻസ് അസോസിയേഷനുകളെ മുഴുവൻ ഇദ്ദേഹം അങ്ങ് കയ്യിലെടുത്തു എന്നുള്ളത്. ഈ 2004 പുറത്തേക്ക് പോയ മുരളീധരൻ 2005 അദ്ദേഹം കോൺഗ്രസ് വിട്ട് DIC രൂപീകരിക്കുന്നു. ആ കാലം മുതൽ ഏതാണ്ട് 6 വർഷം അദ്ദേഹം കോൺഗ്രസിന് പുറത്തായിരുന്നു. പിന്നീട് 2011 തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് മണ്ഡലം കൊടുക്കുന്നത്. പക്ഷെ കൊടുത്ത് നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു മണ്ഡലം. ഈ വടകരയ്ക്ക് പോയപ്പോഴല്ലേ മണ്ഡലം പ്രശാന്ത് കൊണ്ടുപോയത്. അതെ അതെ അതെ. അത് വടകരയിൽ പോയി, വടകരയിലും വലിയൊരു സ്വാധീനം. വടകരയിൽ തീർച്ചയായിട്ടും കോഴിക്കോടും വടകരയിലും കെ മുരളീധരന് നല്ല സ്വാധീനമുണ്ട്. പിന്നെ മുസ്ലിം വോട്ട് കാര്യമായിട്ട് പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഈ ലീഗുമായിട്ട് അസ്വാരസ്യത്തിലൊക്കെ ആണെങ്കിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള വലിയ വോട്ട് ബാങ്ക് കൈവശമുള്ള മുസ്ലിം നേതാക്കൾ, മുസ്ലിം ആത്മീയ മത നേതാക്കൾ, അവരൊക്കെ ആയിട്ട് മുരളീധരൻ നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ആ വോട്ടുകൾ പിടിച്ചെടുക്കാൻ വലിയ ഒരു പ്രയത്നം വേണ്ടി വന്നില്ല. നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. വടകരയിൽ നിന്ന് ഉടനെ നേമത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചും വടകരയിൽ പോയി 2024 തെരഞ്ഞെടുപ്പിന് പോസ്റ്ററൊക്കെ അടിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലേ. ഉടനെയാണ് അവിടുന്ന് വാരിക്കെട്ടി അവിടെ പ്രതാപൻ പോസ്റ്റർ അടിച്ച് തൊഴുകൈയോടെ തുടങ്ങിയതാണ്. അപ്പോൾ ഉടനെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അവിടെ കൊണ്ടു നിർത്തി കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി. അത് പറഞ്ഞ പോലെ പ്രതാപന് തന്നെ അറിയാം അവിടെ തോക്കും, 3-ാം സ്ഥാനത്താകും എന്നൊക്കെയുള്ളത് പ്രതാപന്
നല്ലവണ്ണം. കാരണം 5 വർഷം MP ആയിരുന്നയാൾ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് എല്ലാവരും കണ്ടതാണ്. അതെ, എല്ലാവർക്കും അറിയാം. വലിയ അതെ, പരാജയമായിരുന്നു വലിയ പ്രതാപൻ. പരാജയമായിരുന്നു. സുരേഷ് ഗോപിയുടെ ആ വ്യക്തിത്വത്തിന് മുന്നിൽ പ്രതാപൻ വട്ടപൂജ്യമായി പോയി. പ്രതാപന് അതുകൊണ്ട് തന്നെ ഈ പാപഭാരം ചുമക്കാൻ ആരെങ്കിലും വേണം. അതിന് കിട്ടിയ ആള് കെ മുരളീധരനാണ്. അത് അയാൾ നന്നായിട്ട് വിനിയോഗിക്കുകയും ചെയ്യും. പ്രതാപൻ ഇനിയിപ്പോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കൊടുങ്ങല്ലൂർ മത്സരിക്കും. കാരണം ആ തീരദേശ മേഖലകളിൽ വോട്ട് പിടിക്കാൻ അതെ. വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ഇനി UDF അധികാരത്തിൽ വന്ന് പ്രതാപൻ ജയിച്ചാൽ ഒരു മന്ത്രിയും കൂടെ. മന്ത്രിയാവും. അതെ. അപ്പോൾ ഈ തരൂരിന്റെ ഇതിനകത്ത് മുഴുവൻ ഇടപെട്ടിങ്ങനെ നിൽക്കുന്നത് മുരളീധരനാണല്ലോ. ഇതിന് കാര്യമുണ്ട്. കാരണം മുരളീധരൻ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ തരൂർ ഇറങ്ങണം. തരൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരളീധരൻ 2026 വട്ടിയൂർക്കാവ് മത്സരിക്കില്ല. മത്സരിച്ചാൽ തോപ്പിക്കും. ആര്? കോൺഗ്രസ്സുകാർ തന്നെയായിരിക്കും. അതെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കാനുള്ള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം പരമ്പരാഗതമായിട്ട് കെ കരുണാകരൻ കോൺഗ്രസിന്റെ ഐ ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. വളരെ അപൂർവമായിട്ട് അത് ഇടത് പക്ഷത്തെ വിജയിപ്പിച്ചു. കരുണാകരൻ ജയിച്ചിട്ടില്ല ഒരിക്കലും. അതെ, 1984 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 96 KV സുരേന്ദ്രനാഥ് ജയിച്ചു, ആശാൻ. അതെ. അതിനുശേഷം 2004 PK വാസുദേവൻ നായർ ജയിച്ചു. ആ PKVയുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രൻ. അന്ന് കരുണാകരന്റെ സപ്പോർട്ടുണ്ട്. കെ കരുണാകരന്റെ ശക്തമായ പിന്തുണ അന്ന് പന്നിയൻ കരുണാകരൻ ലഡ്ഡു കൊടുക്കുന്ന ഒരു ചിത്രം പിറ്റേ ദിവസം പത്രങ്ങളിൽ വരുന്നത് മാത്രമല്ല, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പന്നിയന്റെ മുടി മുറിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട കെ കരുണാകരൻ. അത് ശരി. അപ്പം ഈ കരുണാകരൻ ഒരു തവണ ജയിച്ചതാണ്. കരുണാകരൻ വലിയൊരു സർവേ ഒക്കെ നടത്തിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നത്. അതെ. അപ്പോൾ എനിക്ക് BJP വലിയ നോട്ടം ഇട്ടിരിക്കുന്ന, വലിയ നോട്ടമൊന്നല്ല, വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണയൊക്കെ വിജയത്തോട് അടുത്ത് നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മുരളീധരൻ ഇറങ്ങുക, അപ്പം BJPയെ നേരിടാൻ കഴിയും എന്നുള്ള രീതിയിലാണ് മുരളീധരന്റെ നീക്കം. കാരണം മുരളീധരന് എവിടെങ്കിലും പോയാലേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ഈ അധികാരമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട്, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2011 അദ്ദേഹം ജയിച്ചപ്പോഴും മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ആക്കിയില്ല. പകരം പിന്നെ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പലരും മന്ത്രിയായി. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന VS ശിവകുമാർ വരെ മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായില്ല. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല എന്നൊരു ശ്രുതി തിരുവനന്തപുരത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാകണേ എന്ന് അകമഴിഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പാർലമെന്റിലേക്ക് വീണ്ടും പോകാൻ സാധിക്കും. അപ്പോൾ അവിടെയും തോൽപ്പിക്കുമോന്നാണ് അറിയേണ്ടത്. കോൺഗ്രസ് പാലം വലിക്കുമോ എന്നുള്ളതാണ്. അതോ ജയിപ്പിച്ച് വിടാൻ വേണ്ടി അങ്ങ് നോക്കുമെന്നോ? അതെ, എങ്ങനെയെങ്കിലും ഇത് അങ്ങ് ഡൽഹിയിൽ പോയിരിക്കട്ടെ എന്നും പറഞ്ഞ് ഇവിടുന്ന് പൊടിയും തട്ടി പോകാനുള്ള ഒരു അങ്ങനെ വിചാരിച്ചുകൊണ്ട് ജയിപ്പിക്കാനും. അപ്പോൾ BJP വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ ഇടത്ത് മുരളീധരൻ BJPയെ തറ പറ്റിച്ചു എന്നും വരാം. ഒരു പേരും കൂടി കിട്ടും BJP തോറ്റാൽ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തരൂര് കൂടി ഇപ്പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആകെ ഉള്ളൊരു തുരുത്താണ് ഈ CPM കനലൊരു തരി കേരളത്തിൽ എന്ന് പറയുന്നത് പോലെ. ഈ കോൺഗ്രസിന്റെ ഒരു നല്ല തുരുത്തുകളിൽ ഒന്നാണ്. ആകെ 3-4 ഉള്ളൂ. കർണാടക, തെലങ്കാന, ഹിമാചൽ, ഇങ്ങനെ. അതിലൊരു പ്രധാനപ്പെട്ട തുരുത്താണ് കേരളം. പക്ഷേ എനിക്ക് തോന്നുന്നു മുരളീധരൻ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് ഇവിടെ ഒരു മന്ത്രിയാവണം. കാരണം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ആർക്കും അപ്രോച്ച് ചെയ്യാം അദ്ദേഹത്തെ. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങള് ഉണ്ടെന്നുള്ളതാണ്. അത് പത്മജിക്കും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലില്ല. പിന്നെ ലീഡറുടെ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യമൊക്കെ ആദ്യകാലത്തൊന്നും ഇവര് കഴിഞ്ഞില്ല. അതൊക്കെ പ്രായത്തിന്റെ കാലം. പണ്ട് ഗണേശൻ എങ്ങനെ നടന്നതാ. ഇപ്പൊ ഗണേഷ് കുമാർ ഒന്നാം തരം പൊളിറ്റീഷ്യനാണ്, നല്ല മന്ത്രിയുമല്ലേ. കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഭംഗിയായി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ മുരളീധരനെ ഇവിടെ കിട്ടിയാൽ നന്നായിരിക്കും. 26 UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ. ലോക്സഭയിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവിടെ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ മുരളീധരന്റെ നീക്കം പിന്നെ നമ്മള്
അത് പത്മജ രണ്ട് പറയും. കൈയും വിട്ടുള്ള ഒരു നീക്കമായിരിക്കും. പിന്നെ പത്മജ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ആ. താമസിയാതെ ഇങ്ങോട്ട് വരും. എന്ന്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ കാണേണ്ടി വരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.